തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. മുന്നണികളും പാർട്ടികളും സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നു. സീറ്റ് വിഭജനത്തിലെ തർക്കമാണ് യുഡിഎഫിന് വെല്ലുവിളിയാകുന്നത്. ഈ മാസം 10-നകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ഇടതുമുന്നണിയുടെ നീക്കം. SNDPയുമായുള്ള സീറ്റ് ചർച്ചകൾക്ക് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം കാക്കുകയാണ് ബിജെപി സംസ്ഥാന നേതാക്കൾ. സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും പൂർത്തിയാക്കണം. പ്രകടന പത്രിക പുറത്തിറക്കണം. മുന്നിൽ പരിമിതമായ സമയം മാത്രം. മുന്നണികളും പാർട്ടികളും തിരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക്. മുന്നണിയിലെ സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുക പരമാവധി 10 ദിവസം. ഈ മാസം 14-ആണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. തർക്കങ്ങൾ പരിഹരിക്കാൻ 6-ാം തീയതി കൊച്ചിയിൽ UDF കക്ഷി നേതാക്കൾ യോഗം ചേരും. മലപ്പുറം, ഇടുക്കി, കൊല്ലം ജില്ലകളിലെ തർക്കങ്ങൾ UDF നേതൃത്വത്തിന് വെല്ലുവിളിയാണ്. മലപ്പുറത്ത് ലീഗും കോൺഗ്രസും നേർക്കുനേർ നിന്ന് വെവ്വേറെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. ഇടുക്കിയിൽ കൂടുതൽ സീറ്റെന്ന മാണി വിഭാഗത്തിന്റെ ആവശ്യം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തള്ളി. കൊല്ലത്ത് RSPയുടെ അവകാശവാദങ്ങളെ DCC അംഗീകരിക്കുന്നില്ല. ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടുവേണം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ. UDFനെ അപേക്ഷിച്ച് ഇടതുമുന്നണിയിൽ സീറ്റ് വിഭജനത്തിൽ തർക്കങ്ങളില്ല. സ്ഥാനാർത്ഥികളെ 10-ാം തീയതിക്കകം പ്രഖ്യാപിക്കാനാണ് ഇടതുമുന്നണിയിലെ ധാരണ. പ്രകടന പത്രിക പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ 10-ാം തീയതിയോടെ പുറത്തിറക്കും. UDFനും BJPക്കും പുറത്തുനിന്നുള്ള കക്ഷികളുമായി പ്രാദേശിക നീക്കുപോക്കുകൾക്കും മുന്നണിയിൽ തീരുമാനമുണ്ട്. BJPയോട് അടുക്കുന്ന SNDPയുടെ നീക്കങ്ങളും മുന്നണി നേതൃത്വത്തിന്റെ നിരീക്ഷണത്തിലാണ്. 10-ാം തീയതിക്കകം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനാണ് BJPയുടെ തീരുമാനം. പക്ഷേ SNDPയുമായുള്ള സീറ്റ് ചർച്ചകൾക്ക് സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങളിൽ കേന്ദ്ര നേതൃത്വത്തിന് നിർദ്ദേശം കിട്ടിയിട്ടില്ല. ഇതിനുള്ള കാത്തിരിപ്പിലാണ് BJP സംസ്ഥാന നേതൃത്വം. MR സജേഷ്, തിരുവനന്തപുരം.